Hello guys, Assalamualaikum. Welcome back to our channel. Our Dream Family പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നൈറ്റ് ഡ്രൈവ് പോവാണ് ഗൈസ്. അതെ. പോകുന്ന എറണാകുളത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ ഞങ്ങള് ഇടക്കിടക്ക് പോകുമായിരുന്നു. എറണാകുളത്ത് നൈറ്റ് പോകുമായിരുന്നു. ഞങ്ങള് ബൈക്കിലും പോയിരുന്നു. ബൈക്കിലാ പോയില്ലേ? കസിൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോയിട്ടുണ്ട്. നൈസ വന്നതിന് ശേഷവും നമ്മൾ പോയിട്ടുണ്ട്. അയ്യാക്ക് വെച്ചുകൊണ്ടായിട്ട് പോയിട്ടുണ്ട് അല്ലേ? നമ്മൾ നാലോടെ ഒരു ആക്റ്റീവിലും പോയിട്ടുണ്ട് അല്ലേ? ബുള്ളറ്റിലും നമ്മളുടെ ആക്റ്റീവില് പോയി. നൈസ വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ അല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ചേക്കാന്ന് കരുതി രാത്രി. സൺഡേ ഇവർക്ക് മാത്രം, ഞങ്ങൾക്കെല്ലാം സാറ്റർഡേ, അനിയാക്ക് മാത്രം. പിള്ളേർക്കാണ് പഠിച്ചത്, അത് ഉദ്ദേശിച്ച സൺഡേ. അപ്പൊ ഞങ്ങള് പോകാൻ വേണ്ടി ഇറങ്ങാണ്. വെള്ളം, ചൂടുവെള്ളം, മഴയൊക്കെ ആണെങ്കിൽ തൊണ്ടവേദന. സ്നാക്സിന്റെ അവസ്ഥതാണ് അത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാണ്. ട്യൂഷൻ ക്ലാസ് നേരത്തെ വിളിച്ച് മിസ്സിന്റെ അടുത്ത് അല്ലേ പറഞ്ഞ ഞങ്ങളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തേട്ട് പോകുവാണ്. കൂടെ വന്നു. അപ്പം അച്ചുകൂട്ടം പഠിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു. മിസ്സിന് പറഞ്ഞ് ഇന്നത്തേക്ക് മാത്രമായിട്ടാണ് വിടുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞ് ഇനി പഠിച്ച് പെട്ടെന്ന് തീർക്കണം. കയ്യാപ്പി 7 മണിക്കാണ് വിളിച്ചിട്ട് വന്നത്. കയ്യാപ്പി നേരത്തെ കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ബൈ കമാൺ. അപ്പോ നമ്മള് കുഞ്ഞുമ്മയുടെ സ്വന്തം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, മാരാരിക്കുളം. ഇവിടെ നിന്നാണ് പണ്ട് ഇങ്ങനെ റോഡിലോട്ട് കയറി വന്നിട്ടുള്ളത്. പോവാനും പിന്നെ അനിയ അല്ലേ വർക്ക് ചെയ്യുന്നത് ഇവിടെ കലൂർ തന്നെയായിരുന്നു. ഏകദേശം ഒരു എത്ര വർഷം ഉണ്ടായിരുന്നു? 5 വർഷം വർക്ക് ചെയ്തു. 4 വർഷം ബിഫോർ മാരേജ്, ആഫ്റ്റർ 1 ഇയർ പിന്നെ അച്ചുകുട്ടിനെ പ്രഗ്നന്റ് ആയ സമയത്താണ് ജോബ്. അല്ല, ഒരു 8 മാസം വരെ പോയായിരുന്നു അല്ലേ? 9 മാസം വരെ പോയി. നിർത്തിയതാ. പിന്നെ ലാസ്റ്റ് ഒരു 2 ആഴ്ച ഡെലിവറിക്ക് 2 ആഴ്ച മുമ്പാണ് നിർത്തിയത്. കല്യാണമായിരുന്നു ആ സമയത്ത് ലീവ് എടുത്താക്കി പോയത്. പണ്ടൊക്കെ നമുക്ക് നൈറ്റ് വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിട്ടടിച്ച് പോകായിരുന്നു. ഇപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ളവർക്ക് ഫുള്ള് റോഡില് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ള് മാത്രമല്ല, പണ്ടത്തെ കണക്ക് ആൾക്കാർ ഇപ്പൊ അങ്ങനെ വീട്ടിലിരിക്കത്തില്ല. എല്ലാവരും റോഡിലുണ്ട്. കൂടുതൽ ആൾക്കാർ നൈറ്റ് റൈഡും അല്ലെ ആ ഒരു വൈബൊക്കെ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ബിസിയാണ്. അപ്പൊ അതിന് റോഡിൽ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് എത്തിയിട്ടില്ല. ഇവിടെ ആയിട്ടുള്ളു. പണ്ടത്തെ അല്ല മോളെ, ഇപ്പൊ റോഡൊക്കെ ഫുള്ളും മാറിയിട്ടുണ്ട്. 1 വർഷമായില്ലേ ഏകദേശം. നമ്മള് മാരാരിക്കുളം കളിത്തട്ട് ജംഗ്ഷൻ ആവണതേ ഉള്ളൂ. അതിന്റെ സന ഹോട്ടലിലെ കുഴിമന്തി നല്ലതെന്ന് പറഞ്ഞ കഞ്ഞിക്കുഴിയല്ല, കളിത്തട്ട് ജംഗ്ഷനുള്ള. ഇത് മാരാരിക്കുളത്തിന് കിഴക്ക് ജംഗ്ഷനായിട്ട് ഹൈവേ സൈഡിൽ. അതെ, ഏകദേശം മാരാരിക്കുളം വരെ എത്തി. നെയ്സാടെ വീട് മാരാരിക്കുളത്താണ്. നമ്മള് മുമ്പത്തെ വിഷുവിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരാരിക്കുളത്താന്നുള്ള കാര്യം. അപ്പൊ അവിടെ നിന്നാണ് രാവിലെ നൈസ ഇങ്ങനെ ഓഫീസിലോട്ട് വരുന്നത്. അപ്പൊ ഞാൻ ആ സമയത്തായിരിക്കും ഏകദേശം വരുന്നത്. അങ്ങനെയായിരുന്നല്ലേ? അങ്ങനെ നമ്മൾ പോവായിരുന്നു, രാവിലെ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലോട്ട് പൊക്കോണ്ടിരുന്നത്. പിന്നെ അന്യായം അതന്നെയല്ലേ, കലവൂരായിരുന്നു. 5 വർഷത്തോളം കലവൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളുടെ മാരേജിന് മുമ്പായിട്ട് 4 വർഷം. ആ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു 2010 അല്ലേ, 2009 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് ആയത് ഓഫീസിൽ. പിന്നെ സാങ്കേതിക തകരാറ് മൂലം ക്ഷയിക്കാൻ. അപ്പൊ ആ ബ്ലഡ് ആവുന്ന എല്ലാവരും നമ്മൾ ക്ഷമിക്കണം. കാരണം ഒന്നാമത്തെ കാര്യം, റോഡ് ശരിക്കും എല്ലാവർക്കും അറിയാലോ, കേരളത്തിലെ റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ നമ്മള് ആ ഒരു കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് എന്തായാലും ഒരു ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് പറഞ്ഞു കഴിഞ്ഞു 2025 ഡിസംബറിന് മുമ്പായിട്ട് എന്തായാലും ഇത് റോഡ് ഫുള്ള് കണ്ടിന്യൂ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അല്ലെ ഇതാന്ന് പറഞ്ഞപ്പോ നമുക്ക് എവിടെ വേണം എത്തിപ്പെടാം. അപ്പൊ അതുവരെ എന്തായാലും നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാൽ പറ്റത്തുള്ളൂ. കാരണം അതുവരെ ഇപ്പൊ റോഡും പൊടിയും എല്ലാവരും കാണുന്നുണ്ട്. റോഡിലൊക്കെ ഫുള്ള് പ്രശ്നങ്ങള്, വണ്ടികള്, KSRTC, കാറുകള്, ഫ്ലഡുകളൊക്കെ കാണുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇത് സഹിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. നോക്കൂ, കയ്യാപ്പിക്ക് വലിയ ആളെ കണക്ക്
പാന്റ് ഇടാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് നിക്കറിട്ടുണ്ട്. ഇപ്പൊ തണുത്തിട്ട് ആൾക്ക് സഹിക്കാൻ പോയാ സാധാരണ എന്നിട്ട് പാന്റ് ഒരെണ്ണം എടുത്ത് വെച്ച് വലിച്ചു തീർത്തിക്കിട്ടിട്ട് കേറിയില്ല. ഞാന് ശ്രദ്ധിച്ച് ഓടിക്കാന്ന് വെച്ചാല് അതെ റോഡ്സ് പെട്ടെന്ന് ഡീവിയേഷൻ ആവുന്നത്. ചേർത്തലയിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും. പെട്ടെന്ന് നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ വരെ വരാറില്ല. കഞ്ഞിക്കുഴിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻഡസ് മോട്ടോഴ്സിൽ. അപ്പൊ ഇത്രയും ദൂരം വരാറില്ല. അപ്പോ ഇപ്പൊ നമ്മള് ചേർത്തല ചേർത്തല അടുക്കാറായി. അപ്പൊ ഞാനത് എന്റെ വണ്ടിയിൽ കൂടുതൽ ഓടിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് സംസാരിക്കും വണ്ടി ഓടിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വഴി സാങ്കേതിക ബുദ്ധിമുട്ടിൽ അനുഭവം അല്ലെ ഒന്നും വരാതിരിക്കട്ടെ നമുക്കെന്നല്ല എല്ലാവർക്കും. അതെ രാത്രിയിലൊക്കെ ഓടിക്കുന്നൊക്കെ ഭയങ്കര പാടാ. അപ്പൊ ഈ റോഡ് വർക്ക് കഴിയുന്നവരെല്ലാവരും വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചു ഓടിക്കുക. കാരണം ചില റോഡിൽ എപ്പോഴും അല്ലേ നമ്മള് എത്ര പരിചയമുള്ള റോഡാണെങ്കിൽ പോലും പെട്ടെന്നായിരിക്കും റോഡിന്റെ ആ ഒരു ഗതി മാറുന്നത്, ഡീവിയേഷൻ വരുന്നത്. അപ്പം പരിചയമില്ലാത്ത റോഡുകളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരോടും ബാക്കി എല്ലാവരോടുമായിട്ടാണ് ഒരു ഉപദേശം കണക്ക് പറയുന്നത്. ഉപദേശമല്ല, അതെ ആസ് എ ഡ്രൈവർ അങ്ങനെ നമുക്ക് പറയാം. എറണാകുളം പോയത് ഒരു 8 മാസം വരെ എന്ന് വെച്ചാല് 1.5 മാസം മുമ്പ് നമ്മള് പോയത് ഡൽഹിയിലല്ലടാ പോയത്. ഞങ്ങളുടെ കാലൊടിഞ്ഞതിന് മുമ്പൊക്കെയാണ് നമ്മള് നൈറ്റ് നമ്മള് പോയിരുന്നു. ഒക്ടോബർ ആ മാസത്തെ സമയത്ത് നമ്മള് പോയിരുന്നത്. രാത്രി പോയിരുന്നത് ക്രിസ്മസിനൊക്കെ മുന്നേ ഡിസംബറിൽ ആളായിട്ടുള്ളൂ. കറക്റ്റ്. അപ്പൊ നമ്മൾ മറ്റേ വീട്ടില് താമസിച്ചോണ്ടിരുന്നത്. ആ വീട്ടിൽ നമ്മളൊരു 6-7 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. ഈ സമയം നമ്മളിവിടെ എത്തി 8 മണിയിലായപ്പോ എത്തി. ഇന്നപ്പോ നമ്മള് ഇപ്പോഴാണ് കാരണം അനിയുടെ കാലില് സർജറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ അങ്ങനെ പോയിട്ടില്ല. അതെ അതെ ഇപ്പൊ എന്തായാലും മഴയൊന്നും ഇല്ല, ഞങ്ങള് ക്ലൈമറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ ഇച്ചിരി ചേർത്തല കഴിഞ്ഞ് കുറച്ച് റോഡിൽ തിരക്ക് കുറിച്ചാക്കെല്ലാം കുറവുണ്ട്. ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:30 ആയി. 9 നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും തിരക്കില്ല ഗൈസ്. ഭയങ്കര ശാന്തമായി കിടക്കും. ഇവിടെ ഒരാൾക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകുന്നില്ല, പുറത്ത് കൊണ്ടുപോയി ബഹളം വേടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ പണങ്ങി മാറി നടുക്ക കുത്തി ഇരിപ്പുണ്ട്. ഷോർട്സ് ഇട്ടോണ്ടാ വന്നത്. ഇപ്പൊ തണുക്കുന്നത് പറഞ്ഞോണ്ട് പൊതിച്ചിരിക്കുക. അച്ഛ പിന്നെ അങ്ങനെ ഉറക്കം വന്നു ഞാൻ ശരിക്കും കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ റോഡിലെ കാഴ്ച കണ്ട് നോക്കിയിരുന്നോളൂ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു വയലാറ് വരെയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വയലാർ ഇവിടെ ആദ്യം ഈ വയലാറാണ് ആണെന്നിക്ക പറഞ്ഞിട്ടുണ്ട്. ആണാ അപ്പൊ അടുപ്പിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നിനക്ക് രാത്രി ആ വീഡിയോ ആ ഒരു വ്ലോഗ് വരാൻ അല്ല നമ്മൾ സെറ്റ് വെച്ചിരിക്കുകയാണ്. ഇന്ന് നാളെ ഇടും. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് കുബാബയിലെ പോയ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ചിക്കനിലായിരുന്നു. അപ്പൊ അന്ന് നമ്മള് 3G ആയി. അതേ കണക്ക് ഞങ്ങൾ ഇന്ന് പോയപ്പോ നമ്മള് മഴ ഒരുപാട് പ്രതീക്ഷിച്ചാ പോയത്. അപ്പൊ അതുകൊണ്ട് കഴിച്ചില്ല എവിടെ പോയാലും നിങ്ങള് 3G ആണ് അത് നടക്കത്തില്ല. അപ്പൊ ഞങ്ങള് വഴക്ക് പറഞ്ഞുള്ളൂ. കുട എടുത്തില്ല, മഴ പെയ്യത്തില്ല. അപ്പൊ അന്നാ മഴ പെയ്യും. നമ്മള് കുട എടുത്തെങ്കിൽ ഉറപ്പായിട്ട് മഴ പെയ്യത്തില്ല. അതൊക്കെയാണ് എല്ലാവരുടെ ഞങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെയാണ്. എല്ലാവർക്കും ഏകദേശം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല ചിലർക്കൊക്കെ ചിലപ്പോ പ്രതീക്ഷിക്കുന്ന കണക്കാണപ്പോ. ഞങ്ങൾക്ക് നേരെ എല്ലാം ഓപ്പോസിറ്റാ. ഞങ്ങൾ എന്ത് നടക്കുമെന്ന് വിചാരിക്കും, അത് നടക്കത്തില്ല. നമ്മൾ നടക്കുന്നതെന്ന് വിചാരിക്കുന്നത് എങ്ങനെയല്ല കറങ്ങിട്ട് ഞങ്ങൾ തകലിട്ടടി കേറിയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ചില ഷോർട്സിൽ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ചിലത് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചത്. അതെ 2 ഇതായിരിക്കും. എന്തൊരു സംഭവം അത് നമ്മൾ കണ്ടില്ലായിരുന്നു. കഥയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥ. അതെ കറക്റ്റ്. അങ്ങനെ എന്തൊരു സംഭവം നല്ലൊരു അതല്ല സൂപ്പർ ഡയലോഗാണ്. മാറ്റ് അടിപൊളിയാണ്. പക്ഷെ നമുക്കതിപ്പോ കിട്ടുന്നില്ല. ഭയങ്കര മെമ്മറി ആക്കും 3 പേർക്ക്. അതിനത് കിട്ടുന്നില്ല.
ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചുറ്റുപാട് ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം വേറെ ഒന്നായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്ന വേറെ ഒന്നായിരിക്കും. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. നമുക്ക് എന്ത് അള്ളാഹ് വിധിച്ചിരിക്കും നമുക്ക് അത് നടക്കത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന ഒന്ന് ചിലപ്പോ അള്ളാഹ് തരുന്നത് നമുക്ക് വേറെ ഒന്നായിരിക്കും. എന്തായാലും പടച്ചോ നമുക്ക് തരുന്നത് ചിലപ്പോ അതിനേക്കാൾ ഉപരി അല്ലേ. അതെ, ചിലപ്പോ നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ ഇപ്പൊ ഒരു ശരീരത്തിൽ ചിലപ്പം നമുക്ക് ക്ഷമിക്കാൻ പറ്റാവുന്നത് അല്ലേ പടച്ചോൻ ഇങ്ങനെ തരാറുള്ള ഇങ്ങനെ പറയുന്നേക്കാം. അപ്പൊ എന്തായാലും പവർ നമുക്ക് പടച്ചവനോട് അല്ല, പടച്ചവന് നമ്മളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആയിരിക്കും. പടച്ചവന് അത്ര ഇഷ്ടമുള്ളത് എപ്പോഴിട്ട് നമ്മൾ കഷ്ടപ്പെടും ഇതൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല എന്തൊക്കെ ആള് പറയുന്നുണ്ട്. അതെ, അങ്ങനെയാ പറയുന്നത്. പടച്ചവന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നതെന്നാ പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞങ്ങൾ മൂന്നര ജീവിതം ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ്. പരീക്ഷണങ്ങൾ കോശിയത്ര ഇപ്പൊ അൽഹംദുലില്ലാ സമാധാനപരമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10:15 കഴിഞ്ഞ് ഇവിടെ വലിയ തിരക്കില്ല. കടല മുറയും കിടക്കുവാണ്. കടലച്ചൻ പണിക്ക് വരിക മീൻ പിടിക്കാൻ പോയി. അങ്ങനെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ ആയതുകൊണ്ടല്ല, കുറച്ചും കൂടെ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതെ, ഇന്ന് വലിയ തിരക്കൊന്നും സാധാരണ നാളെ ശനിയാഴ്ചയല്ലേ, അപ്പം ഞായറാഴ്ച ആയിരിക്കും തിരക്ക് കൂടുതൽ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. വിജനത അവിടെ ഇവിടെ വിജനതയല്ല, അവിടെ ഇവിടെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ കൊച്ചി വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അല്ല പോകുക നടക്കുവാണ്. സാധാരണ ഈ സമയത്ത് രണ്ടും കോഫി കുടിക്കും ഞങ്ങള്. ഹോർലിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോർലിക്സ്. കസനും കയ്യാപ്പിക്കും ബൂസ്റ്റ് കഴിക്കുന്നത് കൂടുതലും. അത് കുടിച്ച് ഞങ്ങള് തണുപ്പുണ്ട്. പിന്നെ എന്ത് വന്നപ്പോൾ അല്ലേ ഭയങ്കര ടയർഡ് കണക്ക്. റോഡിലെ ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. പയ്യെ ഞങ്ങൾ വന്നത്. ഉറക്കം വരുന്നുണ്ട്. 10:30 മണിയായി ഇപ്പൊ തന്നെ ഉറക്കം വരാൻ തുടങ്ങി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കാമാണ് ഇന്ന് ഭയങ്കര അല്ലേ. ഇന്ന് ഞങ്ങളങ്ങനെ നടന്ന് ക്ഷീണിച്ച് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നല്ല തണുപ്പുണ്ട്. ഏതൊരു ഫ്ലാറ്റില്ല, ബാക്കിൽ ഗ്രാൻഡ് ഹയാത്ത് ബാക്കിൽ കാണാൻ പറ്റത്തില്ല. അത് ശരിക്കും ടയേർഡായി. വീട്ടിൽ തന്നെ ഇരിക്കുവല്ലേ, പുറത്തോട്ടൊന്നും ഇറങ്ങുന്നതില്ലല്ലോ. പുറത്തോട്ടൊന്നല്ല, പിള്ളേരാക്കാനും പിടിക്കാനൊക്കെ അത്യാവശ്യം മാത്രമേ പോകുന്നുള്ളൂ. അത് കൂടുതലൊന്നും വണ്ടിയിലില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടം വരെ നടന്നപ്പോൾ തന്നെ കാല് തന്നെ ശരിക്കും കഴച്ച് കാലടിയിലൊക്കെ എന്തോ ഒരു വേദന, എന്തോ ഒരു കണക്ക്. എനിക്കൊക്കെ എന്തോ പെട്ടെന്ന് ഉറക്കം വരുന്നത്, ക്ഷീണം അങ്ങനെ എന്തൊക്കെ വരുന്നു. നെയ്സായും മടി എന്തോ ഉറക്കം വരുന്നത് നെയ്സായും മടി പിടിച്ചവിടെ ഇരിക്കുക. കൊച്ചു സാധനങ്ങൾ രണ്ടും കളി.
അവർക്ക് സമയം അറിയത്തില്ല, അതുകൊണ്ട് അവർ നല്ലപോലെ ഇത് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കളിച്ച് 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 അച്ഛനെ മറിച്ച് താഴത്തിടും. അതാണ് തയ്യാപ്പി. അപ്പൊ നമ്മള് പറഞ്ഞൊക്കെ തന്നെ മഴ ശക്തമായിട്ട് പെട്ടെന്ന് തന്നെ പെയ്ത് ഓടിക്കുകയായിരുന്നു. ചുഴലിക്കാറ്റിനൊക്കെ വരുമായിരുന്നു. ഭയങ്കര വേസ്റ്റ് എല്ലാം, പേപ്പറും പ്ലാസ്റ്റിക് എല്ലാം. നമ്മളിവിടുത്തെ ഐക്കണ്ണായ മറ്റേ ഐ ലവ് ഫോർട്ട് കൊച്ചി നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല, മഴയായതുകൊണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷൻ വരെ ആവുന്നു. അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവര് ബൈ.